സത്യം പറയട്ടെ 500 രൂപ പോലും കയ്യിലില്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ലിനിക്കിൽ പോയി ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും പേടിയുണ്ട്, ഇനി പേഷ്യൻസ് ത്രൂ നമുക്ക് കിട്ടുമെന്നും എല്ലാം പേടിയാണ്. ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. നമ്മുടെ 2020 കോവിഡ് സമയം ഉണ്ടായിരുന്നില്ലേ? ആ കോവിഡ് സമയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ പിന്നെ എല്ലാം അടച്ചു. പിന്നെ മുന്നോട്ട് നമുക്കൊരു ജോലി ഇല്ലാത്തൊരവസ്ഥയായി. സത്യം പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ എല്ലാവരും ടീച്ചർമാരെന്നല്ല എല്ലാവരും പെട്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ക്ലിനിക്കുണ്ട് നമ്മളവിടെ ഈ ബിൽഡിങ്ങിന് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ. ആ ബിൽഡിങ്ങിൽ ക്ലിനിക്കിൽ പോയി അത്യാവശ്യം പേഷ്യൻസൊക്കെ വരും, കുറച്ച് പേര്. എന്നാലും നല്ല പേഷ്യൻ്റ് ഫ്ലോ ഒന്നുമില്ല. അങ്ങനെ കോവിഡായ സമയത്ത് തന്നെ ആൾക്കാർക്കൊക്കെ പേടിയാണ് ക്ലിനിക്കിൽ വരാൻ തന്നെ. അതുകൊണ്ട് കുറഞ്ഞ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ മാത്രം പേഷ്യൻസിനെ കിട്ടും, ബാക്കി സമയം എന്തെന്നുള്ളൊരു ഓപ്ഷനെ ചിന്തയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി സത്യം പറയട്ടെ 500 രൂപ പോലും കയ്യിലില്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ലിനിക്കിൽ പോയി ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും പേടിയുണ്ട്, ഇനി പേഷ്യൻസ് ത്രൂ നമുക്ക് കിട്ടുമെന്നും എല്ലാം പേടിയാണ്. ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. അപ്പോഴാണ് കാസർഗോഡിലൊരു സാറുണ്ടായിരുന്നു. എന്നൊക്കെ നമ്മൾ ഒരു ഭയങ്കര അടിപൊളിയൊരു സാറാണ്, SP സാർ എന്ന് പറയും. സാറ് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുന്നത്. വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കാൻ എല്ലാവരും ഇങ്ങനെ തീരുമാനിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമൊന്നും അത്ര ഫെമിലിയർ ആവുന്നില്ല കുട്ടികൾക്കിടയിൽ. സാധാരണ ആ സമയങ്ങളിൽ എല്ലാവരും മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക എന്നുള്ള പ്ലാനിങ് ഒക്കെയാണ്. എല്ലാവർക്കും ഈ ട്രൈപ്പോഡൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം നമുക്ക് ട്രൈപ്പോഡ് എന്താ അറിയാം, എനിക്ക് അന്ന് ഈ ട്രൈപ്പോഡ് എന്നൊന്നും കേട്ടാൽ എന്താണെന്ന് പോലും അറിയില്ല. ആ ഒരു സമയത്ത് സാധാരണ ഞാനൊക്കെ അന്ന് ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം ഇങ്ങനെ വെച്ച്, ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മേലെ തെർമോക്കോളിൻ്റെ ഒരു സാധനമൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്നത്. ഒരൊറ്റ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ, ഒരു ചാപ്റ്ററാണ് ഞാൻ എടുത്തത്. അതിന് 2 ദിവസമൊക്കെ എടുത്തു. ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാനാണെങ്കിലോ ഇതിന് സ്വന്തം പഠിക്കണം. കാരണം എഡിറ്റ് ചെയ്യാനെന്ന് അന്ന് വേറൊരാളെ സഹായത്തോടു കൂടെ അല്ല ഒന്നും ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അന്ന് ഇതൊന്നുമില്ല. അന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, നേരെ ഫോണിലൊരു ആപ്പ് യൂക്കട്ട് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എടുത്ത് വെച്ചിട്ട് തുടങ്ങുകയാണ് ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കുറച്ചാകുമ്പോൾ ചിലപ്പോൾ അത് പോയിപ്പോൾ വീണ്ടും അടുത്ത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും റൂമിൽ കയറി വരും, അല്ലെങ്കിൽ ഫോൺ ചിലപ്പോൾ വീഴും, അപ്പോൾ വീണ്ടും തുടങ്ങും. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു 3-4 ദിവസം കൊണ്ട് സാറിന് ഫസ്റ്റ് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. സാറ് ഹാപ്പി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയുള്ളൊരു വീഡിയോ ആണ് കൊടുത്തത്. പിന്നെ ഈ ക്ലാരിറ്റി ഒന്നുമില്ല, ഫോണിലാണല്ലോ എടുക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ഇതൊന്ന് യൂട്യൂബിൽ ഇട്ടുകൂടെയെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് പല യൂട്യൂബ് ചാനൽ, മലയാളം നീറ്റ് ചാനൽസൊക്കെ കുറേ അവരൊക്കെ കാണുന്നുണ്ട്. +1 +2 ബേസ്ഡ് ആയിട്ടുള്ള ചാനൽസ് കാണുന്നുണ്ട്, 10th ബേസ്ഡ് ആയിട്ടുള്ള ചാനൽസ് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചാനലിനേക്കാളൊക്കെ മുന്നേ കേരളത്തിൽ ആദ്യമായിട്ട് 10,000 സബ്സ്ക്രൈബർ ഹിറ്റ് ചെയ്ത ഒരു മലയാള എഡ്യൂക്കേഷൻ ചാനൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ തന്നെയായിരുന്നു.